Leacock rushed out with money since then. He has never gone to the bank. Can you suggest another ending to the story? ഇപ്പോൾ ലീകോക്ക് എന്താക്കി മണിയും കൊണ്ട് പുറത്തേക്ക് വന്നില്ലേ, അതിനുശേഷം അദ്ദേഹം ഒരിക്കലും ബാങ്കിലേക്ക് പോയില്ല. നിങ്ങൾക്ക് ഈ സ്റ്റോറീൻ്റെ എൻഡിങ് അവസാനിപ്പിക്കുന്ന വേറൊരു രീതിയിലേക്ക് ആകാൻ നിങ്ങൾക്ക് നിർദ്ദേശിക്കാൻ പറ്റുമോ? ഈ സ്റ്റോറി ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നത് എന്താണ്, എങ്ങനെയാണ്? അദ്ദേഹം പിന്നെ പോയിട്ടില്ല എന്നല്ലേ? അതല്ലാതെ നിങ്ങൾക്ക് ഈ സ്റ്റോറി അവസാനിപ്പിക്കാൻ വേറെ എന്തെങ്കിലും ഉണ്ടോ? വേറെ രീതിയിൽ ഈ സ്റ്റോറി അവസാനിപ്പിക്കാൻ കഴിയുമോ? ആ സ്റ്റോറി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. എൻഡിങ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അവസാനം. ഇനി ഡിക്ഷണറി വർക്ക്. എ ഫ്യൂ വേർഡ്സ് ഫ്രം ദ സ്റ്റോറി ആർ ഗിവൺ ബിലോ. റീഅറേഞ്ച് ദം ആസ് ദേ അപ്പിയർ ഇൻ എ ഡിക്ഷണറി. ഓൾസോ റൈറ്റ് ദെയർ മീനിങ്സ്. എന്താണ് നിങ്ങൾ എന്താക്കുക, ഈ കുറച്ച് വേർഡ്സ് സ്റ്റോറിയിൽ നിന്നുള്ള വേർഡ്സുകളാണ് താഴെ തന്നിരിക്കുന്നത്. അതിനെന്താക്കുക, ഡിക്ഷണറിയിലുള്ള പോലെ നിങ്ങൾ അറേഞ്ച് ചെയ്യുക. ഓൾസോ റൈറ്റ് ദെയർ മീനിങ്, അതിൻ്റെ മീനിങ് എഴുതുക. അക്കൗണ്ടൻറ്റ്, മാനേജർ, ക്ലർക്ക്, ഡെപ്പോസിറ്റ്, മണി, ഡോളർ, ചെക്ക്, വിത്ഡ്രോ, ക്യാഷ്, സേവിങ്സ്, കൗണ്ടർ, ബാങ്ക് അല്ലേ. അതിൽ ഫസ്റ്റ് വരേണ്ട ഏതാണ്? എ വെച്ചിട്ടുള്ളത് അല്ലേ, അക്കൗണ്ടൻറ്റ് വരും അല്ലേ. പിന്നെ ഏതാണ്? ബി ഉണ്ടോ? ബി ഐറ്റം അതാ ബാങ്ക്, അടുത്ത ബി അല്ലേ. പിന്നെ സി വരുന്ന ഏതാണ്? സി ഇവിടെ ക്ലർക്ക് ഉണ്ട്, പിന്നെ ചെക്ക് ഉണ്ട്, ക്യാഷ് ഉണ്ട്, കൗണ്ടർ ഉണ്ട് അല്ലേ. അതിൽ പിന്നെ സി ഒക്കെ നാലെണ്ണുണ്ട് അല്ലേ. അപ്പോൾ 4 എങ്ങനെ വരിക? സി അല്ലേ. അപ്പോൾ അതിൻ്റെ അടുത്ത ലെറ്റർ നോക്കുക. സി 4 സി ആണല്ലോ. പിന്നെ അടുത്ത ലെറ്റർ എൽ ആണ്, ഇവിടെ എച്ച് ആണ്, എ ആണ്, ഒ ആണ്. അപ്പോൾ ഫസ്റ്റ് എ വരുന്നത് വരും അല്ലേ. അപ്പോൾ ക്യാഷ് ആണ് അടുത്ത് വരിക കേട്ടോ. ബാങ്ക് കേട്ട് ക്യാഷ്. പിന്നെ അടുത്ത വരിക ഏതാണ്? പിന്നെ ഏതാ? എ ബി സി ഡി ഇ എഫ് ജി എച്ച് അല്ലേ. അപ്പോൾ ചെക്ക് അടുത്ത് വരിക. പിന്നെ ഐ ജെ കെ എൽ ക്ലർക്ക് അടുത്ത് വരിക. പിന്നെ എം എൻ ഒ കൗണ്ടർ വരിക. ഓക്കെ, കഴിഞ്ഞ് ഡി ഏതാണ്? ഡെപ്പോസിറ്റും ഉണ്ട്, ഡോളറും ഉണ്ട് അല്ലേ. അപ്പോൾ ഡെപ്പോസിറ്റിൽ ഏതാ ഫസ്റ്റ്? ഇ. അടുത്ത ലെറ്റർ നോക്കുക, ഇയും ഒയും. ഫസ്റ്റ് വരുന്ന ഏതാ? ഒ ഇ അല്ലേ. എ ബി സി ഡി ഇ അല്ലേ. അപ്പോൾ ഡെപ്പോസിറ്റ് നമ്മൾ എഴുതുക. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഡോളർ. ഓക്കെ, പിന്നെ ഏതാണ്? എ ബി സി ഡി ഇ വരുന്നുണ്ടോ? പിന്നെ എഫ്. അങ്ങനെ നോക്കിയിട്ട് നിങ്ങൾ എന്താക്കുക, ഡിക്ഷണറി വഴി എഴുതുക കേട്ടോ. എന്നിട്ട് എന്താക്കുക, അതിനെ മീനിങ്ങും കണ്ടുപിടിക്കുക. ഓക്കെ, ദെൻ തിങ്ക് ദാറ്റ് യു വുഡ് ലൈക്ക് ടു ഓപ്പൺ ആൻ അക്കൗണ്ട് ഇൻ എ ബാങ്ക്. വാട്ട് ആർ ദ ഫോർമാലിറ്റീസ് ഫോർ ഓപ്പണിംഗ് ആൻ അക്കൗണ്ട്? അപ്പോൾ നിങ്ങൾ വിചാരിക്കുക, ഇത് ഞാനിവിടെ എഴുതി തരണം മക്കളെ. മീനിങ് ഇല്ല, ഇതാ ഇങ്ങനെ വരും കേട്ടോ. അക്കൗണ്ടൻറ്റ്, ബാങ്ക്, ക്യാഷ്, ചെക്ക്, ക്ലർക്ക്, കൗണ്ടർ, ഡെപ്പോസിറ്റ്, ഡോളർ, മാനേജർ, മണി, സേവിങ്സ്, വിഡ്രോ. ഓക്കെ, ഇങ്ങനെ വരിക ഡിക്ഷണറിയിലെ പോലെ. എന്നിട്ട് എന്താക്കുക, അതിൻ്റെ മീനിങ് ഒക്കെ എഴുതുക കേട്ടോ. ഓക്കെ, ദെൻ അടുത്ത് നോക്കുക. എന്താണ്? തിങ്ക് ദാറ്റ് യു വുഡ് ലൈക്ക് ടു ഓപ്പൺ എൻ അക്കൗണ്ട് ഇൻ എ ബാങ്ക്. നിങ്ങൾക്ക് ബാങ്കിൽ ഒരു അക്കൗണ്ട് തുറക്കണം എന്ന് വിചാരിച്ചു, ഓപ്പൺ ആക്കണം എന്ന് വിചാരിച്ചു, ഒരു അക്കൗണ്ട് ബുക്ക് എടുക്കണം എന്ന് വിചാരിക്കുക. വാട്ട് ആർ ദ ഫോർമാലിറ്റീസ് ഫോർ ഓപ്പണിംഗ് എൻ അക്കൗണ്ട്? അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ എന്തൊക്കെ ഫോർമാലിറ്റീസ് ഉണ്ട്? ഫിൽ ഇൻ ദ ആപ്ലിക്കേഷൻ ഫോം. ആദ്യം ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യണം അല്ലേ. പ്രൊഡ്യൂസ് യുവർ ID. പിന്നെന്താണ്? ID കൊടുക്കണം, ID കാർഡ് കൊടുക്കുക. ഗിവ് എ കോപ്പി ഓഫ് യുവർ ഫോട്ടോഗ്രാഫ്, നിങ്ങളുടെ ഫോട്ടോയും കൊടുക്കുക അല്ലേ. ദ ഫോളോയിങ് ഇസ് എ സാമ്പിൾ ഓഫ് എൻ ആപ്ലിക്കേഷൻ ഫോം ഫോർ ഓപ്പണിംഗ് എൻ അക്കൗണ്ട്. ഫിൽ ഇൻ ദ ഫോം പ്രോപ്പർലി. ഇതാണ് എന്ത്? ആപ്ലിക്കേഷൻ ഫോം അല്ലേ. ഇത് കറക്റ്റായിട്ട് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നോക്കിയാൽ കൊച്ചിൻ ബ്രാഞ്ചാണല്ലേ, ABC ബാങ്ക്. ഫോട്ടോ ഒട്ടിക്കുക ഇവിടെ. നിങ്ങളെ ഫസ്റ്റ് നെയിം എന്താണെന്നുള്ളത് കൊടുക്കുക, മിഡിൽ നെയിം എന്താണെന്ന് കൊടുക്കുക, ലാസ്റ്റ് നെയിം എന്താണെന്ന് കൊടുക്കുക അല്ലേ. ചിലർക്ക് മിഡിൽ നെയിം ഒന്നും ഉണ്ടാവില്ല, അപ്പം എന്താണ് ഇനീഷ്യലൊക്കെ കൊടുക്കുക താഴെയായിട്ട് അല്ലേ. നെയിം ഓഫ് പാരൻ്റ് ഓർ ഗാർഡിയൻ, നിങ്ങളുടെ അച്ഛൻ്റെ പേര് എഴുതുക. പിന്നെ ഇഫ് മൈനർ സ്പെസിഫൈ ദ നെയിം ഓഫ് ദ നോമിനി. എന്താണ്? നിങ്ങൾ മൈനർ ആണെങ്കിൽ, 18 വയസ്സിന് താഴെയുള്ള കുട്ടിയാണെങ്കിൽ എന്താണ്? നിങ്ങൾ നോമിനീൻ്റെ പേര് കൊടുക്കുക. പിന്നെ അഡ്രസ്സ് വിത്ത് ടെലിഫോൺ. എന്താ? നിങ്ങൾ അഡ്രസ്സ് എഴുതുക, ടെലിഫോൺ നമ്പർ എഴുതുക. ഏജ് ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങൾ ഏജ് എഴുതുക, ഡേറ്റ് ഓഫ് ബർത്ത് എഴുതുക. സെക്സ്, നിങ്ങൾ ആണാണോ പെണ്ണാണോ? ഫീമെയിൽ ആണോ? ഫീമെയിൽ എന്ന് പറഞ്ഞാൽ പെണ്ണ്, മെയിൽ എന്ന് പറഞ്ഞാൽ ആണ്. അപ്പോൾ ഫീമെയിൽ ആണെങ്കിൽ ഫീമെയിലിൻ്റെ അവിടെ ടിക്ക് ചെയ്യുക, മെയിലിൻ്റെ ആണെങ്കിൽ മെയിലിൻ്റെ അവിടെ ടിക്ക് ചെയ്യുക. ഓക്കെ, ഇനി മെരീറ്റൽ സ്റ്റാറ്റസ് എന്താണ്? കല്യാണം കഴിച്ചതാണോ? സിംഗിൾ ആണെങ്കിൽ, കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ ഇവിടെ ടിക്ക് ഇടുക. മാരീഡ് ആണെങ്കിൽ, കല്യാണം കഴിച്ചതാണെങ്കിൽ ഇവിടെ ടിക്ക് ഇടുക. പിന്നെ സിഗ്നേച്ചർ എഴുതുക. ഇതാണ് ആപ്ലിക്കേഷൻ ഫോം കേട്ടോ. ക്യാൻ യു തിങ്ക് ഓഫ് എനി അതർ പേഴ്സണൽ information to be included in the form? You may collect copies of such application forms from various sources and try to fill. എന്താണ്? Can you think of other personal information to be included in the form? ഈ ഫോമിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പേഴ്സണൽ ഇൻഫോർമേഷൻ ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താക്കുക, ഈ ആപ്ലിക്കേഷൻ ഫോമിൽ വേരിയസ് സോഴ്സിൽ നിന്ന് എന്താക്കുക പല കോപ്പികളും കിട്ടും. അത് എന്താക്കുക, ഇത് നോക്കിയിട്ട് ഏത് ഫോം എന്താണ് പേഴ്സണൽ ഇൻഫോർമേഷൻ കൊടുക്കേണ്ടത് അത് ആ ഫോം കൊടുത്താൽ മതി. ദ വേർഡ്സ് അക്കൗണ്ടൻറ്റ്, ക്ലർക്ക് ആൻഡ് മാനേജർ ഇൻ ദ സ്റ്റോറി മൈ ഫിനാൻഷ്യൽ കാരിയർ ആർ ജോബ് ടൈറ്റിൽസ്. എന്താണ് ഈ വേർഡ്സ്? അക്കൗണ്ടൻറ്റ്, ക്ലർക്ക്, മാനേജർ. ഈ സ്റ്റോറിയിലുള്ള മൈ ഫിനാൻഷ്യൽ കാരിയറിലുള്ള സ്റ്റോറിയിലുള്ള
എന്താണ് ജോബ് ഒക്കെ എന്താണ് ജോബ് ടൈറ്റിൽ അല്ലേ, ഒരു ജോബിൻ്റെ പേരാണ്. അക്കൗണ്ടന്റ് എന്ന് പറഞ്ഞാലും ക്ലർക്ക് എന്ന് പറഞ്ഞാലും മാനേജർ എന്ന് പറഞ്ഞാലൊക്കെ ഒരു ജോലിയുടെ പേരാണ് അല്ലേ. അക്കൗണ്ടന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, എ പേഴ്സൺ ഹൂ കീപ്സ് ഓർ ഇൻസ്പെക്ട് ഫിനാൻഷ്യൽ അക്കൗണ്ട് അല്ലേ. അദ്ദേഹം എന്താ ചെയ്യുന്നത്, ഫിനാൻഷ്യൽ അക്കൗണ്ട് എന്താണ് സൂക്ഷിച്ചു വെക്കുന്ന ഒരാളാണ് അല്ലേ. ക്ലർക്ക് ആണെങ്കിലോ എ പേഴ്സൺ ഹൂ കീപ്സ് റെക്കോർഡ്സ് ആൻഡ് അണ്ടർടേക്സ് അഡ്മിനിസ്ട്രേറ്റീവ് ഡ്യൂട്ടീസ് അല്ലേ, എന്താണ് റെക്കോർഡുകളൊക്കെ സൂക്ഷിച്ചു വെക്കുന്ന ആളാണ് എന്ത് ക്ലർക്ക് അല്ലേ. മാനേജർ എന്ന് പറഞ്ഞാൽ പേഴ്സൺ റെസ്പോൺസിബിൾ ഫോർ കൺട്രോളിങ് ഓർ അഡ്മിനിസ്ട്രിങ് ഓർ ഓർഗനൈസേഷൻ ഓർ ഗ്രൂപ്പ് ഓഫ് സ്റ്റാഫ്, എന്താണ് ഈ മാനേജറിൻ്റെ റെസ്പോൺസിബിൾ എന്താണ് എല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരാളാണ് അല്ലേ, ഗ്രൂപ്പ് ഓഫ് സ്റ്റാഫിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരാളാണ്. ഓക്കെ, വാട്ട് ഡു വി കോൾ എ മാൻ ഹൂ, ഈ ആൾക്കാരൊക്കെ എന്ത് വിളിക്കുന്ന ചോദിച്ചിരിക്കുന്നത്. റൈറ്റ് ബുക്സ്, ബുക്ക് എഴുതുന്ന ആളെ എന്താ വിളിക്കുക, ബുക്ക് എഴുതുന്ന ആളെ എന്ത് വിളിക്കും, ബുക്ക് എഴുതുന്ന ആളെ ഓദർ എന്ന് വിളിക്കും അല്ലേ. ഡസ് ക്ലവർ ട്രിക്സ് വിച്ച് അപ്പിയർ മാജിക്കൽ, എന്താണ് മാജിക്കൽ ആയിട്ടുള്ള ഒരു ട്രിക്കുകളൊക്കെ അപ്പിയർ ചെയ്യുന്ന ആളെ എന്താ വിളിക്കുക, മെജീഷ്യൻ അല്ലേ, മെജീഷ്യൻ എന്ന് വിളിക്കും. ഈസ് ഇൻ ചാർജ് ഓഫ് മ്യൂസിയം ഓർ ആൻ ആർട്ട് ഗാലറി, എന്താണ് ഈ ആർട്ട് ഗാലറീൻ്റെ അല്ലെങ്കിൽ മ്യൂസിയത്തിൻ്റെ ഒക്കെ ചാർജുള്ള ആളെ ക്യൂറേറ്റർ എന്ന് വിളിക്കും കേട്ടോ. ഓദർ എന്താ ചോദിക്കുന്നത്, ആർ യു ദ ബാങ്ക് മാനേജർ, അപ്പം നിങ്ങൾ ബാങ്ക് മാനേജർ ആണോ, അപ്പോൾ മാനേജർ യെസ് വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു, നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു അല്ലേ. ഓദർ ക്യാൻ ഐ സീ യു അലോൺ, എനിക്ക് നിങ്ങളെ ഒറ്റയ്ക്ക് കാണാൻ പറ്റുമോ, മാനേജർ ഓഫ് കോഴ്സ് തീർച്ചയായും കം ഇൻ ഹിയർ വരൂ പറഞ്ഞില്ലേ. അപ്പോൾ ഓദർ എന്താ പറയുന്നത്, ഐ വുഡ് ലൈക്ക് ടു ഓപ്പൺ എൻ അക്കൗണ്ട്, എനിക്ക് എന്താണ് ഞാൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ. കുഡ് യു പ്ലീസ് മെൻഷൻ ദ ഫോർമാലിറ്റീസ്, അപ്പോൾ നിങ്ങൾക്ക് എന്താണ് അതിൻ്റെ ഫോർമാലിറ്റീസ് ഒക്കെ ഒന്ന് പറയാൻ കഴിയുമോ എന്ന് ചോദിച്ചില്ലേ. അപ്പോൾ മാനേജർ ഷുവർ സർ എന്ന് പറഞ്ഞില്ലേ, ഉറപ്പായിട്ടും അല്ലേ. പിക്ക് ഔട്ട് ദ ക്വസ്റ്റ്യൻ ഫ്രം ദ പീസ് ഓഫ് കോൺവെർസേഷൻ ആൻഡ് റൈറ്റ് ദം ബിലോ, എന്താണ് ഈ ക്വസ്റ്റ്യൻസ് ഈ പീസ് ഓഫ് കോൺവെർസേഷനിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ പിക്ക് ഔട്ട് ചെയ്യുക, റൈറ്റ് ദം ബിലോ, എന്നിട്ട് എന്താക്കുക അത് എഴുതുക. എന്താണ് എന്താ വെച്ചാൽ ഈ പീസ് ഓഫ് കോൺവെർസേഷനിലുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണോ അത് ഇവിടെ താഴെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിലുള്ള ക്വസ്റ്റ്യൻസ് ഏതാ, ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടൊക്കെ ക്വസ്റ്റ്യൻസ് അല്ലേ അല്ലേ. ഇവിടെ നോക്കൂ, ആർ യു ദ ബാങ്ക് മാനേജർ, അത് ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ. പിന്നെന്താ വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു, അതൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ക്യാൻ ഐ സീ യു അലോൺ, എനിക്ക് നിങ്ങൾ ഒറ്റയ്ക്ക് കാണാൻ പറ്റുമോ അല്ലേ. പിന്നെ ഏതാ ക്വസ്റ്റ്യൻ എന്താ ക്വസ്റ്റ്യൻ മാർക്ക് വരുന്നത് നമുക്ക് ക്വസ്റ്റ്യൻസ് ഇതാ. കുഡ് യു പ്ലീസ് മെൻഷൻ ദ ഫോർമാലിറ്റീസ്, അതൊക്കെ എന്താണ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിലുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതൊക്കെ എടുത്ത് എഴുതുക കേട്ടോ. ഈ 1 2 3 4 ഇതൊന്നാണ് അല്ലേ, 1, പിന്നെ ഇത് 2 അല്ലേ, വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു, പിന്നെ മൂന്നാമത്തെ ഏതാ ഇത് എഴുതുക, പിന്നെ നാലാമത്തെ ഇതാ ഇത്. ഓക്കെ, 4 കുഡ് യു പ്ലീസ് മെൻഷൻ ദ ഫോർമാലിറ്റീസ്, ഇത് എഴുതുക കേട്ടോ. ഓക്കെ, അതാണ് ഇവിടെ എഴുതേണ്ടത്. അടുത്ത എന്താ നോക്കിയേ, ഇനി ഇവിടെ റൈറ്റ് ദ ക്വസ്റ്റ്യൻ വേർഡ്സ് യൂസ്ഡ് ഇൻ ദ കോൺവെർസേഷൻ, ഈ കോൺവെർസേഷനിൽ ഉപയോഗിച്ച ക്വസ്റ്റ്യൻ വേർഡ്സ് എന്താണ് നോക്കൂ. ഇതിൽ എന്തൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ക്വസ്റ്റ്യൻ വേർഡ്സ് എന്തൊക്കെയാണ് ഇതാ ഇവിടെ പറയുന്നുണ്ട് അല്ലേ. ആർ യു അല്ലേ, ആർ യു, പിന്നെന്താണ് പിന്നെ ക്യാനായി അല്ലേ, പിന്നെ വാട്ട് അല്ലേ, പിന്നെന്താണ് കുഡ് യു, ഇതൊക്കെ ക്വസ്റ്റ്യൻ വേർഡാണ് അല്ലേ. ഇതൊക്കെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഇതൊക്കെ നമുക്ക് എഴുതാം. അടുത്തത് എന്താന്ന് നോക്കാം നമുക്ക്. ഇതൊക്കെയാണ് എഴുതേണ്ടത് കേട്ടോ. ആർ യു, വാട്ട്, ക്യാനായി, കുഡ് യു എന്ന് പറഞ്ഞാൽ അതൊക്കെയാണ് നിങ്ങൾ എഴുതേണ്ടത് കേട്ടോ. അതിൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് എക്സാമിൻ ദ റെസ്പോൺസസ് ടു ദ ക്വസ്റ്റ്യൻസ്, തിങ്ക് ഓഫ് അതർ ഓൾട്ടർനേറ്റീവ്സ്, റൈറ്റ് ദം ഡൗൺ. എന്താണ് ഇവിടെ എക്സാമിൻ ദ റെസ്പോൺസസ് ടു ദ ക്വസ്റ്റ്യൻസ്, ഈ ക്വസ്റ്റ്യൻസിനൊക്കെ റെസ്പോൺസ് എന്താണ് നമ്മൾ എക്സാമിൻ ചെയ്യുക, നോക്കുക, വിലയിരുത്തുക. തിങ്ക് ഓഫ് അതർ ഓൾട്ടർനേറ്റീവ്സ്, എന്താണ് റൈറ്റ് ദം ഡൗൺ, എന്താണ് നിങ്ങൾ വേറെ രീതിയിൽ നിങ്ങൾക്ക് ചോദിക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. അപ്പോൾ എന്താ നിങ്ങൾക്ക് ചോദിക്കാൻ കഴിയുമോ. ഇവിടെ നമുക്ക് എന്താണ് ആർ യു ദ ബാങ്ക് മാനേജർ എന്നല്ല ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് ചോദിക്കുക എക്സ്ക്യൂസ് മീ ഐ വുഡ് ലൈക്ക് ടു മീറ്റ് ദ ബാങ്ക് മാനേജർ എന്ന് ചോദിക്കുക അല്ലേ. ഇതങ്ങനെ ചോദിക്കുക, എക്സ്ക്യൂസ് മീ ഐ വുഡ് ലൈക്ക് ടു മീറ്റ് ദ ബാങ്ക് മാനേജർ എന്ന് ചോദിക്കുക അല്ലേ. അയാൾ ചോദിക്കുന്നതിന് പകരം ഇങ്ങനെയും ചോദിക്കുക. ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എഴുതുക കേട്ടോ. ദെൻ അടുത്ത നെക്സ്റ്റ് എന്താണെന്ന് നോക്കുക.
നോക്കൂ എന്താണ് ദ ഓതർ ഇൻ ദ സ്റ്റോറി വാണ്ട്സ് ടു ഡെപ്പോസിറ്റ് ഹിസ് ഓർ സം മണി ഇൻ ദ ബാങ്ക്. ഹി ഗോസ് ടു ദ ബാങ്ക് ആൻഡ് ആസ്ക് പെർമിഷൻ ടു സീ ദ മാനേജർ. എന്താണ് ഈ സ്റ്റോറിയിലുള്ള ഓതർ എന്താക്കി അയാളുടെ പൈസ എന്താക്കണം ഡെപ്പോസിറ്റ് ചെയ്യണം ബാങ്കിൽ അല്ലേ. ഹി ഗോസ് ടു ദ ബാങ്ക് ആൻഡ് ആസ്ക് പെർമിഷൻ ടു സീ ദ മാനേജർ. അപ്പം അദ്ദേഹം എന്താക്കി ബാങ്ക് പോയിട്ട് എന്താക്കി മാനേജറെ കാണാനുള്ള പെർമിഷൻ ചോദിക്കാൻ അല്ലേ. ലുക്ക് അറ്റ് ദ വേ ഹി സീക്സ് പെർമിഷൻ. അദ്ദേഹം ചോദിച്ച പെർമിഷൻ എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. ക്യാൻ ഐ സീ ദ മാനേജർ? എനിക്ക് മാനേജറെ കാണാൻ കഴിയുമോ? ആർ ദർ അതർ വേസ് ടു ആസ്ക് പെർമിഷൻസ്? റൈറ്റ് ദം ഡൗൺ. ഇനി വേറെ ഏതെങ്കിലും മെത്തേഡിൽ നിങ്ങൾക്ക് ഈ പെർമിഷൻ ചോദിക്കാൻ പറ്റുമോ? എന്താണെന്ന് നോക്കാം നമുക്ക്. എന്തൊക്കെയാണ് ചോദിക്കുക? മേ ഐ മീറ്റ് ദ മാനേജർ അങ്ങനെ ചോദിക്കുക അല്ലേ. പിന്നെ ഷാൾ ഐ ഹാവ് എ മീറ്റിംഗ് ദ മാനേജർ, അല്ലെങ്കിലോ ഇസ് ഇറ്റ് പോസിബിൾ ടു മീറ്റ് ദ മാനേജർ അല്ലേ. അങ്ങനെയൊക്കെ നമുക്ക് എന്താക്കാം ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇതിലല്ലേ മേ ഐ മീറ്റ് ദ മാനേജർ അല്ലെങ്കിൽ ഷാൾ ഐ ഹാവ് മീറ്റിംഗ് ദ മാനേജർ, എനിക്ക് മാനേജറെ കാണാൻ കഴിയുമോ? എന്താ ഈസ് ഇറ്റ് പോസിബിൾ ടു മീറ്റ് ദ മാനേജർ, ഇപ്പോൾ പോസിബിൾ ആണോ മാനേജറെ മീറ്റ് ചെയ്യാൻ അല്ലേ. അങ്ങനെയൊക്കെ നമുക്ക് എന്താക്കാം പെർമിഷൻ ചോദിക്കുക അല്ലേ. ഇനി ഇവിടെ നോക്കിയേ, റീഡ് ദ കോൺവെർസേഷൻ ബിലോ ആൻഡ് ഐഡൻറ്റിഫൈ സച്ച് എക്സ്പ്രഷൻസ്. താഴെ തന്നിരിക്കുന്ന ഈ കോൺവെർസേഷൻ എന്താക്കുക വായിക്കുക, എന്നിട്ട് എന്താക്കുക ഐഡൻറ്റിഫൈ ചെയ്യുക ഈ എക്സ്പ്രഷൻസ് ഒക്കെ അല്ലേ. ബോയ് എന്താ പറയുന്നത് നോക്കിയേ. മേ ഐ ഗോ ഔട്ട് ടു പ്ലേ. എന്താ പറയുന്നത്? എനിക്ക് പുറത്ത് കളിക്കാൻ പോകാൻ പറ്റുമോ അല്ലേ. പോയിക്കോട്ടെ എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ മോൻ പറയാം നോ ഡിയർ ഇറ്റ്സ് വെരി ഹോട്ട് ഔട്ട് സൈഡ്. എന്താണ് പുറത്ത് ഭയങ്കര ചൂടാണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ബോയ് വുഡ് യു മൈൻഡ് ഇഫ് ഐ വാച്ച് ടി വി? കുഴപ്പമില്ല, നിങ്ങൾക്ക് കുഴപ്പമില്ലെങ്കിൽ ഞാൻ ടി വി കാണുകയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ എന്ന് വെച്ചു അല്ലേ. യു ഹാവ് എ ലോട്ട് ടു സ്റ്റഡി, നിങ്ങൾക്ക് എന്താ ഒരുപാട് പഠിക്കാനുണ്ട് പറഞ്ഞില്ലേ. ബോയ് ഐ ഹാവ് ഓൾറെഡി ഫിനിഷ്ഡ് മൈ ഹോംവർക്ക്, ഞാൻ എന്താണ് എൻ്റെ ഹോംവർക്കൊക്കെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇസ് ഇറ്റ് ഓക്കെ ഇഫ് ഐ ഡ്രോ സം പിക്ചേഴ്സ്? നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഞാൻ എന്താണ് ചിത്രം വരച്ചോട്ടെ എന്നാണ് ചോദിക്കുന്നത് അല്ലേ. മോം ഓ ദാറ്റ്സ് ഫൈൻ, കുഴപ്പമില്ല, അത് ഓക്കെ ആണെന്ന് പറഞ്ഞു അല്ലേ. എക്സ്പ്രഷൻ ടു സീക്ക് പെർമിഷൻസ് എന്താണ് ഇതിലുള്ള എന്താണ് ഈ എക്സ്പ്രഷൻസ് ഏതാണ് പെർമിഷൻ ചോദിക്കാനുള്ള എക്സ്പ്രഷൻ ഇതിൽ ഏതൊക്കെയാണെന്നുള്ളത് നോക്കുക. ഏതാണ് ഇതാ ഇവിടെ എന്താണ് നോക്കൂ. മേ ഐ ഗോ ഔട്ട് ടു പ്ലേ, ഇത് പെർമിഷൻ ചോദിക്കലാണ് അല്ലേ. പിന്നെന്താ വുഡ് യു മൈൻഡ് ഇഫ് ഐ വാച്ച് ടി വി അല്ലേ, അത് എന്താണ് പെർമിഷൻ ചോദിക്കലാണ് അല്ലേ. പിന്നെന്താണ് ഈസ് ഇറ്റ് ഓക്കെ ഇഫ് ഐ ഡ്രോ സം പിക്ചേഴ്സ് അല്ലേ, അതും പെർമിഷൻ ചോദിക്കലാണ് അല്ലേ. ഇത് മൂന്നും ഇവിടേക്ക് എടുത്തെഴുതുക. മേ ഐ ഗോ ഔട്ട് ടു പ്ലേ, വുഡ് യു മൈൻഡ് ഇഫ് ഐ വാച്ച് ടി വി, പിന്നെന്താണ് ഈസ് ഇറ്റ് ഓക്കെ ഇഫ് ഐ ഡ്രോ സം പിക്ചേഴ്സ്. ഇതെന്താണ് ഇവിടേക്ക് എടുത്ത് എഴുതുക കേട്ടോ. ഓക്കെ, ടീച്ചർ എഴുതണ്ടല്ലോ, നിങ്ങൾ എഴുതുക. ഓക്കെ, ദെൻ അടുത്തത് എന്താണെന്ന് നോക്കാം നമുക്ക്. വേസ് ഓഫ് സീക്കിംഗ് പെർമിഷൻ. നമ്മൾ പെർമിഷൻ ചോദിക്കുന്ന വഴികൾ എന്തൊക്കെയാ അറിയാം. ക്യാൻ ഐ ചെയ്ത് അങ്ങനെ അതിൽ വെച്ചിട്ട് നമുക്ക് ചോദിക്കാം എന്ത് പെർമിഷൻ ആണെങ്കിൽ. കുഡ് ഐ വെച്ച് ചോദിക്കാം. മേ ഐ, ഡു യു മൈൻഡ് ഇഫ്, വുഡ് ഇറ്റ് ബി ഓൾ റൈറ്റ്, ഓക്കെ ഇഫ്, ഇസ് ഇറ്റ് ഓക്കെ ഇഫ്, വുഡ് യു മൈൻഡ് ഇഫ് ഐ, വിത്ത് യുവർ പെർമിഷൻ ഐ ഷുഡ് ലൈക്ക് ടു, ഐ വാസ് വണ്ടറിങ് ഇഫ് ഐ കുഡ്. ഈ മെത്തേഡിലൊക്കെ എന്താക്കാൻ നമുക്ക് പെർമിഷൻ ചോദിക്കുക കേട്ടോ. എന്ത് കാര്യം നമുക്ക് വേറെ ആൾക്കാരോട് ചോദിച്ച് നമുക്ക് പെർമിഷൻ നേടണമെന്നുണ്ടെങ്കിൽ ഈ ഇതൊക്കെ വെച്ച് നിങ്ങളിത് തുടക്കമിട്ടിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യം ചോദിക്കാവുന്നതാണ്. Okay, then use the expressions in the box about to make sentences of your own to suit the situations given below. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? use the expressions in the box about to make sentence of your own to suit the situations given below. ഇവിടെ ഈ എക്സ്പ്രഷൻസ് ഈ ബോക്സിലുള്ള എക്സ്പ്രഷൻസ് മുകളിൽ കൊടുത്തിരിക്കുന്ന ബോക്സിലുള്ള എക്സ്പ്രഷൻസ് ഉണ്ടാക്കി വെച്ചിട്ട് നിങ്ങൾക്ക് സെൻറ്റൻസ് ഉണ്ടാക്കുക. യുവർ ഓൺ വേ ടു സൂട്ട് സിറ്റുവേഷൻസ് ഗിവൺ ബിലോ. ആ സിറ്റുവേഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ആ സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് എന്താക്കുക, നിങ്ങൾക്ക് സീക്കിംഗ് പെർമിഷൻ ചോദിക്കുക. യു ഫോർഗോട്ട് ടു ബ്രിങ് യുവർ പെൻ. നിങ്ങൾ എന്താക്കി നിങ്ങളുടെ പെന്നെടുക്കാൻ മറന്നുപോയി. യു വാണ്ട് ടു ബോറോ വൺ ഫ്രം യുവർ ഫ്രണ്ട്. നിങ്ങൾക്ക് എന്താക്കണം നിങ്ങളുടെ ഫ്രണ്ടിൽ നിന്ന് എന്താക്കണം കടം വാങ്ങണം. എങ്ങനെ നിങ്ങൾ ചോദിക്കും? കുഡ് ഐ ബോറോ യുവർ പെൻ അങ്ങനെ ചോദിക്കുക അല്ലേ. എന്താണ് ഇങ്ങനെ ചോദിക്കുക? കുഡ് ഐ ബോറോ യുവർ പെൻ, എന്നെ പെന്നൊന്ന് തരുമോ അല്ലേ, അങ്ങനെ ചോദിക്കുക അല്ലേ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ എന്താണ് കുഡ് ഐ ബോറോ യുവർ പെൻ എന്ന് ചോദിക്കുക. ദെൻ ഇതേ മെത്തേഡിൽ തന്നെ ചോദിക്കണമെന്നില്ല കേട്ടോ. നിങ്ങൾക്ക് എന്താണ് പല മെത്തേഡിലും ചോദിക്കുക. പിന്നെ ടീച്ചർ ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഇതിലുള്ള ഏത് മെത്തേഡ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്താക്കുക, നിങ്ങൾക്ക് പെന്ന് കടം ചോദിക്കുക അല്ലേ. അടുത്തെന്താ, ഇനി യു ആർ ട്രാവലിംഗ് ഓൺ എ ട്രെയിൻ. നിങ്ങൾ എന്താണ് ട്രെയിനിൽ യാത്ര ചെയ്യാണ്. യു വുഡ് ലൈക്ക് ടു ബോറോ ദ ന്യൂസ് പേപ്പർ ഫ്രം ദ പാസഞ്ചർ ഹു ഈസ് സിറ്റിംഗ് നിയർ ടു യു.
എന്താണ് നിങ്ങൾ ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താക്കണം, ന്യൂസ് പേപ്പർ, നിങ്ങളെ അടുത്തിരിക്കുന്ന പാസഞ്ചർ, വേറൊരു പാസഞ്ചർ ഉണ്ട്, അവരുടെ കയ്യിൽ എന്താ ന്യൂസ് പേപ്പർ ഉണ്ട്. അപ്പോൾ അയാളുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്കത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ചോദിക്കുക? നിങ്ങൾക്ക് ചോദിക്കുക, ടീച്ചർ ഒന്ന് വേറൊരു ടീച്ചർ ഒന്ന് പറയുന്നേ ഉള്ളൂ, ആ മെത്തേഡിൽ എന്നാ ചോദിക്കണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് എന്താക്കുക, നിങ്ങളതായിട്ടുള്ള സ്റ്റൈലിൽ ചോദിക്കുക കേട്ടോ. അപ്പോൾ എങ്ങനെ ചോദിക്കുക? വുഡ് യു മൈൻഡ് ഇഫ് ഐ ബോറോ ദ ന്യൂസ് പേപ്പർ? എന്താണ് വുഡ് യു മൈൻഡ് ഇഫ് ഐ ബോറോ ദ ന്യൂസ് പേപ്പർ അല്ലേ, അങ്ങനെ ചോദിക്കുക. ഇനി നിങ്ങളതായിട്ടുള്ള മെത്തേഡിൽ വേറെയും ചോദിക്കുക കേട്ടോ, അതന്നെ ആവണമെന്നില്ല. യു ആർ ബൈയിങ് എ ഷർട്ട് ഇൻ എ ഷോപ്പ്, നിങ്ങൾ എന്താക്കി ഒരു ഷർട്ട് ഷോപ്പിൽ നിന്ന് വാങ്ങി. യു വാണ്ട് ടു സീ ഇഫ് ഇറ്റ് ഫിറ്റ്സ് യു ബിഫോർ യു ബൈ ഇറ്റ്. അപ്പോൾ ആ ഷോപ്പിൽ നിന്ന് തന്നെ എന്താക്കണം, നിങ്ങൾക്ക് അത് ഫിറ്റ് ആണോ എന്നുള്ളത്, നിങ്ങൾക്ക് കറക്റ്റ് അളവാണോ എന്നുള്ളത് നിങ്ങൾക്ക് എന്താക്കണം, ആ വാങ്ങണേ മുന്നേ ഒന്ന് ഫിറ്റ് ആണോ എന്ന് ഇട്ട് നോക്കണം. അപ്പോൾ എങ്ങനെ നിങ്ങൾ അയാളോട് ചോദിക്കും? ഈസ് ഇറ്റ് ഓക്കെ ഇഫ് ഐ ട്രൈ ഇറ്റ് ഓൺ ചോദിക്കുക. എന്താണ് ഈസ് ഇറ്റ് ഓക്കെ ഇഫ് ഐ ട്രൈ ഇറ്റ് ഓൺ? ഇതാണ് ഞാൻ തൂക്കുന്നത്, കുഴപ്പമില്ലല്ലോ എന്നുള്ളതാണ് അല്ലേ. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഇറ്റ് ഓക്കെ ഇഫ് ഐ ട്രൈ ഇറ്റ് ഓൺ. ഓക്കെ, ദെൻ നെക്സ്റ്റ് 7th, റീഡ് ദ സെൻറ്റൻസ് അണ്ടർലൈൻ ഇൻ ദ ഫോളോയിങ് എക്സ്ട്രാക്ട് ഫ്രം My financial career. Here I said deposit it. The tone of the words seemed to mean let us do this painful thing. എന്താണ് ഇവിടെ ഈ സെൻറ്റൻസ് അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വാക്കുകളിൽ നിന്ന് എന്താണ്, റീഡ് ദ സെൻറ്റൻസ് അണ്ടർലൈൻ ഇൻ ദ ഫോളോയിങ് എക്സ്ട്രാക്ട് ഫ്രം മൈ ഫിനാൻഷ്യൽ കാരിയർ. ഫിനാൻഷ്യൽ കാരിയർ എന്നുള്ള സ്റ്റോറിയിൽ നിന്നുള്ള എന്താണ് കുറച്ച് വേർഡ്സ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് സെൻറ്റൻസ്. ഹിയർ നോക്കൂ, ഐ സെഡ് ഡെപ്പോസിറ്റ് ഇറ്റ്, ഞാൻ പറഞ്ഞു ഡെപ്പോസിറ്റ് ചെയ്യാൻ അല്ലേ. ദ ടോൺ ഓഫ് ദ വേർഡ് സെയിം ടു മീൻ, എന്താണ് ആ വേർഡിൻ്റെ അർത്ഥമാക്കുന്നത് ലെറ്റസ് ഡു ദിസ് പെയിൻഫുൾ തിങ്, എന്താണ് എനിക്കിത് ഭയങ്കര വേദനാജനകമായ കാര്യമാണ്, ഇത് ചെയ്യാൻ പോകുന്നുള്ള ട്യൂണിലാണ് ഡെപ്പോസിറ്റ് ഇറ്റ് എന്ന് പറഞ്ഞ് അയാൾ ഇതാക്കിയത് അല്ലേ. ലെറ്റ്സ് ഇറ്റ് ഈസ് നോർമലി യൂസ് ടു സജസ്റ്റ് സംതിങ്. എന്താണ് ലെറ്റ്സ് ഈസ് നോർമലി യൂസ് ടു സജസ്റ്റ് സംതിങ്, നിങ്ങൾക്ക് സാധാരണയായിട്ട് എന്താണ് നോർമലായിട്ട് എന്താണ് ചെയ്യാറുണ്ട്, എന്ത് സജസ്റ്റ് ചെയ്യാറുണ്ട്. നോക്കൂ, എക്സാമ്പിൾ ലെറ്റ്സ് വാക്ക് ടു സ്കൂൾ, എന്താണ് ലെറ്റ്സ് വെച്ചിട്ടാണ് അല്ലേ. ലെറ്റ്സ് എന്താണ് ലെറ്റസിന് ലെറ്റ്സ്, എന്തെങ്കിലും സജസ്റ്റ് ചെയ്യാനാണ് അല്ലേ, എന്തെങ്കിലും സജസ്റ്റ് ചെയ്യാനല്ലേ. ലെറ്റ്സ് വാക്ക് ടു ദ സ്കൂൾ. ഈ ലെറ്റ്സ് ലെറ്റ് അസിൻ്റെ ഷോർട്ടാണ് കേട്ടോ. അവിടെ നോക്കൂ, ലെറ്റ് അസിൻ്റെ ഷോർട്ടാണ് ലെറ്റ്സ്. ഈ ലെറ്റ് അസ് എന്നുള്ളതിൻ്റെ ഈ ഷോർട്ടാണ് ഇവിടെ വരുന്നത്, ലെറ്റ്സ് ഷോർട്ടാക്കി എഴുതുന്നത് കേട്ടോ. ഓക്കെ, ദെൻ അപ്പോൾ അവിടെ ലെറ്റ്സ് വാക്ക് ടു ദ സ്കൂൾ, സ്കൂൾക്ക് പോവാം, നമുക്ക് സ്കൂൾക്ക് നടന്ന് പോവാം അല്ലേ. ലെറ്റ്സ് ഹാവ് സൂപ്പ് ബിഫോർ ഡിന്നർ, നമുക്ക് എന്താണ് ഡിന്നറിന് മുന്നേ ആയിട്ട് സൂപ്പ് കുടിക്കാം അല്ലേ, അങ്ങനെ അല്ലേ. Then, can you think of a few suggestions to make to your friend when you both feel bored during the weekend? നിങ്ങൾക്ക് എന്താണ് ക്യാൻ യു തിങ്ക് ഓഫ് കുറച്ച് സജഷൻസ് പറയാൻ കഴിയുമോ എന്തിന്, ടു മേക്ക് യുവർ ഫ്രണ്ട് വെൻ യു ബോത്ത്, നിന്റെ ഫ്രണ്ടും നിങ്ങളും എന്താണ് ബോത്ത് ഫീൽ ചെയ്തിരിക്കുകയാണ് ഈ വീക്കെൻഡിൽ ബോറിങ് ആയിക്കുകയാണ്. അപ്പം ബിഗിൻ വിത്ത് ലെറ്റേഴ്സ്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ചെയ്യാൻ കഴിയുമോ എന്നാണ് നിങ്ങൾക്ക്. അപ്പോൾ എന്താണ് ലെറ്റ്സ് ഗോ ഫോർ എ ഡ്രൈവ് ഒന്ന് അങ്ങനെ പറയാം അല്ലേ, അല്ലെങ്കിൽ ലെറ്റ്സ് പ്ലാന്റ് എ വെജിറ്റബിൾ ഗാർഡൻ, നമുക്ക് വെജിറ്റബിൾ ഗാർഡൻ നടാം, അല്ലെങ്കിൽ ലെറ്റ്സ് വാച്ച് എ മൂവി, നമുക്ക് എന്താണ് സിനിമ കാണാം, ലെറ്റ്സ് ഗോ ഫോർ എ ഔട്ടിങ്, നമുക്ക് ഔട്ടിങ്ങിന് പോകാം, ലെറ്റ്സ് ഡ്രോ എ പിക്ചർ അല്ലേ, പിക്ചർ വരയ്ക്കാം. ലെറ്റ്സ് പറഞ്ഞാൽ നമുക്ക് ചെയ്യാന്നുള്ളതാണ് അല്ലേ, ലെറ്റ്സ് ഗോ നമുക്ക് പോകാം അല്ലേ. പിന്നെന്താണ് ലെറ്റ്സ് ഹാവ് ഫുഡ്, നമുക്ക് ഫുഡ് കഴിക്കാം അല്ലേ. ലെറ്റ്സ് ഗോ ഫോർ എ ഡിന്നറിന് പോകാം. ലെറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാന്നുള്ളതാണ് വരുന്നത് കേട്ടോ, അതായത് നമുക്ക് പോവാം, വരാം, ചെയ്യാം അല്ലേ, അതൊക്കെ വരുന്നത് ലെറ്റ്സ് ഡോ, നമുക്ക് എന്നുള്ളതാണ് അല്ലേ. ലെറ്റ് അസ് അല്ലേ, നമുക്ക്. അപ്പോൾ എങ്ങനെയൊക്കെ എഴുതാം, കുറച്ച് ടീച്ചർ എഴുതി തരാം അവിടെ. അപ്പോൾ ലെറ്റ്സ് ഗോ ഫോർ പിക്നിക്, ലെറ്റ്സ് ഗോ ഫോർ എ ഡ്രൈവ്, ലെറ്റ്സ് പ്ലാന്റ് എ വെജിറ്റബിൾസ്, ലെറ്റ്സ് വാച്ച് എ മൂവി അല്ലേ, ലെറ്റ്സ് ഗോ ഫോർ എൻ ഔട്ടിങ്, ലെറ്റ്സ് ഡ്രോ എ പിക്ചർ, ലെറ്റ്സ് ഗോ ഫോർ എ ഡിന്നർ, ലെറ്റ്സ് ഗോ ഫോർ എ ഡ്രൈവ് അല്ലേ. അങ്ങനെ പലത് നമുക്ക് എഴുതാം, തന്നെ എഴുതണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് പല ടൈപ്പിൽ എന്താക്കാം നിങ്ങൾക്ക് എഴുതാം കേട്ടോ. ഓക്കെ, ദെൻ അടുത്തത് എന്താണെന്ന് നോക്കാം. റീഡ് ദ കോൺവെർസേഷൻ ഗിവൺ ബിലോ, എന്താണ് ഈ താഴെ തന്നിരിക്കുന്ന കോൺവെർസേഷൻ വായിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സിദ്ദീഖ്, ഡിഡ് യു ഹാവ് എ ഗുഡ് വീക്കെൻഡ്, എന്താണ് ഈ വീക്കെൻഡ് നിങ്ങൾക്ക് എന്താണ് നല്ലതായിരുന്നോ എന്നാണ് ചോദിക്കുന്നത് അല്ലേ. ജേക്കബ്, യെസ് ഐ ഡിഡ്, ഓക്കെയാണ്, ബട്ട് ഐ ആം നോട്ട് ഫീലിംഗ് വെൽ ടുഡേ, പക്ഷെ ഇന്ന് എനിക്ക് നല്ല ഫീലിംഗ് നല്ലതല്ല എന്ന് പറഞ്ഞില്ല, എൻ്റെ ഫീലിംഗ് ഇന്ന് നല്ലതല്ല അറിയാം. സിദ്ദീഖ്, ഷാൾ വി കൺസൾട്ട് എ ഡോക്ടർ, ദെൻ നമുക്ക് എന്താക്കാം ഡോക്ടറിനെ കൺസൾട്ട് ചെയ്താലോ എന്ന് ചോദിച്ചല്ലേ. അപ്പോൾ ജേക്കബ്, ഓ നോ ഐ വിൽ ബി ഓൾ റൈറ്റ് ഇൻ എ ഫ്യൂ മിനിറ്റ്സ്, കുറച്ച് നേരത്തെ ഞാൻ റെഡി ആയിക്കോളൂ എന്ന് പറഞ്ഞില്ലേ. സിദ്ദീഖ്, ഹൗ അബൌട്ട് ഹാവിങ് എ കപ്പ് ഓഫ് ടീ, അങ്ങനെയാണെങ്കിൽ എന്താ നമുക്കൊരു ചായ കുടിച്ചാലല്ലേ, കുടിച്ചാലെന്ന് ചോദിച്ചേ. അപ്പോൾ ജേക്കബ്, ദാറ്റ്സ് എ ഗുഡ് ഐഡിയ, നല്ല ഐഡിയ ആണ് അല്ലേ. സിദ്ദീഖ്, ഡു യു തിങ്ക് വി കുഡ് ഗോ ടു എ റെസ്റ്റോറൻറ്റ്,
നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നമുക്ക് റെസ്റ്റോറൻറ്റിലേക്ക് പോയാലോ എന്നല്ലേ അല്ലേ, നിങ്ങൾക്ക് പോകാൻ തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് അല്ലേ. ജേക്കബ്, വൈ ഡോണ്ട് വി മേക്ക് ടീ ഹിയർ, നമുക്ക് എന്തുകൊണ്ട് ഇവിടെ ഉണ്ടാക്കിക്കൂടാന്ന് ചോദിച്ചില്ല. ജേക്കബ്സ് ദി വണ്ടർഫുൾ, ഓക്കെ അല്ലേ, ഓക്കെ എന്ന് പറഞ്ഞു. യു മേ ഹാവ് നോട്ടഡ് ദ എക്സ്പ്രഷൻസ് യൂസ്ഡ് ടു മേക്ക് സജഷൻസ് ഇൻ ദ കോൺവെർസേഷൻ എബവ്, റൈറ്റ് ദം ഡൗൺ. ഇവിടെ നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ട് എക്സ്പ്രഷൻസിൽ എന്താണ് ഈ സജഷൻസ് കൊടുക്കുന്നത് അല്ലേ. സജഷൻ കൊടുത്തിട്ടിരിക്കുന്നത് നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ട്. ഈ കോൺവെർസേഷൻ മുകളിൽ കൊടുത്തിരിക്കുന്ന കോൺവെർസേഷനിൽ എന്താണ് ഈ സജഷൻ എന്താണ് സജഷൻ ചെയ്തിരിക്കുന്ന എക്സ്പ്രഷൻസ് എന്താണ് നോട്ട് ചെയ്തു അല്ലേ, റൈറ്റ് ദം ഡൗൺ. അതെന്താണ്, അത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ സജഷൻസ് എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ നോക്കൂ, ഇവിടെ എഴുതേണ്ടതാണ് കേട്ടോ ടീച്ചർ പറയുന്നത്. നോക്കൂ, ഡിഡ് യു ഹാവ് എ ഗുഡ് വീക്കെൻഡ്, നിങ്ങൾക്ക് നല്ല വീക്കെൻഡ് ആയിരുന്നോ? പിന്നെന്താണ്, അത് സജഷനല്ല അല്ലേ, അത് സജഷനല്ല. എന്താണ് ഇവിടെ വരുന്നത്? ഷാൽ വി കൺസൾട്ട് എ ഡോക്ടർ ദെൻ, അല്ലേ, എന്താണ് ഡോക്ടറെ കൺസൾട്ട് ചെയ്താലോ അല്ലേ, അതൊരു സജഷനാണ് അല്ലേ. പിന്നെന്താണ്, ഹൗ അബൌട്ട് ഹാവിങ് എ കപ്പ് ഓഫ് ടീ, എന്താണ് ഈ കപ്പ് ഓഫ് ടീ, ഒരു കപ്പ് ഓഫ് ടീ കുടിച്ചാലോ എന്നുള്ളതാണ് അല്ലേ. പിന്നെന്താണ് സജഷൻ, ഡു യു തിങ്ക് വി കുഡ് ഗോ ടു എ റെസ്റ്റോറൻറ്റിലേക്ക് പോയാലോ, അതൊരു സജഷൻ അല്ലേ. വൈ ഡോണ്ട് വി മേക്ക് ടീ ഹിയർ, നമുക്ക് എന്തുകൊണ്ട് ഇവിടെ ഉണ്ടാക്കിക്കൂടാ, അതൊരു സജഷനാണ് അല്ലേ. ഇതൊക്കെയാണ് സജഷൻ വരുന്നത് അല്ലേ. ഈ 4 ഇവിടെ എഴുതുക കേട്ടോ, ഓക്കെ. ദെൻ അടുത്തത്, അപ്പം എന്താ, ഡിഡ് യു ഹാവ് എ ഗുഡ് വീക്കെൻഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നല്ല വീക്കെൻഡ് ആയിരുന്നോ എന്ന്, അത് സജഷൻ അല്ലല്ലോ. പിന്നെ നമ്മൾ ചോദിക്കുന്നത് ഇപ്പം എന്താണ് പ്രസൻറ്റിൽ നമ്മൾ ചോദിക്കുന്നതാണ് എന്ത്, സജഷൻ. അത് ചെയ്താലോ, ഇത് ചെയ്താലോ, നമുക്ക് അങ്ങോട്ട് പോയാലോ, അതൊക്കെ ഒരു സജഷനാണ് അല്ലേ. അപ്പോൾ ആ സജഷൻസ് ആണ് ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത്, ഓക്കെ. അപ്പോൾ ഇവിടെ എന്താണ് കുറച്ച് സജഷൻ ഉപയോഗിച്ചിട്ടുണ്ട്, അത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചല്ലേ. അപ്പോൾ അത് ആ സജഷൻസ് ആണ് ഇതൊക്കെ കേട്ടോ, ഓക്കെ. ദെൻ നെക്സ്റ്റ്, here are a few more expressions generally used to make suggestions. Use them to make sentences to suit situations given below. എന്താണ് ഇവിടെ, here are a few more expressions generally used to make suggestions. സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കാറുള്ള കുറച്ച് സജഷൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ജനറലായിട്ട് സാധാരണയായിട്ട് എന്താണ് ഉപയോഗിക്കുന്ന ഒരു സജഷൻസിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ് അല്ലേ. യൂസ് ദം ടു മേക്ക് സെൻറ്റൻസ് ടു സൂട്ട് ദ സിറ്റുവേഷൻസ് ഗിവൺ ബിലോ. ഈ താഴെ തന്നിരിക്കുന്ന സിറ്റുവേഷൻസ്, ഇവിടെ കുറച്ച് സിറ്റുവേഷൻസ് തന്നിട്ടുണ്ട്, അതിൽ നിങ്ങൾ എന്താക്കുക, ഇത് വെച്ചിട്ട് നിങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്, മേക്ക് സെൻറ്റൻസ് ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഷാൾ വി, ഡു യു തിങ്ക് ഇറ്റ് വുഡ് ബി എ ഗുഡ് ഐഡിയ ടു, വാട്ട് അബൌട്ട്, ഹൗ അബൌട്ട്, വൈ ഡോണ്ട് വി, മേ ഐ സജസ്റ്റ് യു, വൈ നോട്ട് അല്ലേ. ഇതൊക്കെ വെച്ചിട്ടാണ് എന്താക്കേണ്ടത്, നമ്മൾ നിർദ്ദേശങ്ങൾ കൊടുക്കേണ്ടത് കേട്ടോ. നമ്മുടെ ലൈഫിലാണെങ്കിൽ ഇന്ന് മുതൽ നിങ്ങൾ ഇംഗ്ലീഷിൽ പറയാൻ തുടങ്ങിക്കോ കേട്ടോ. എന്താണ് ഇപ്പം നിങ്ങൾ എന്താണ് നിങ്ങളെ ഫ്രണ്ട്സുമായിട്ട് നിങ്ങൾ വീട്ടിൽ നടന്നു പോവുകയാണ്, അപ്പോൾ നമുക്ക് എന്താണ് വേറൊരു വഴിയിലൂടെ പോയാലോ, ഒരു സജഷൻ അല്ലേ അല്ലേ. അപ്പോൾ ഷാൽ വി ഗോ ഫോർ അനദർ വേ, അങ്ങനെ ചോദിച്ചൂടെ, നമുക്ക് വേറൊരു വഴിയിൽ പോയാലോ, അങ്ങനെയൊക്കെ ചോദിച്ച് ഇംഗ്ലീഷ് നമുക്ക് എന്താക്കുക, നമുക്ക് തുടങ്ങുക അല്ലേ. ഷാൽ വി, നമുക്ക് എന്താണ് നമുക്ക് ആ വഴി പോയാലോ, അങ്ങനെയൊക്കെ ചോദിച്ച് നമുക്ക് എന്താക്കുക എഴുതാം അല്ലേ. ഇവിടെ സിറ്റുവേഷൻ നോക്കൂ, യുവർ ഫ്രണ്ട് വിഷസ് ടു ഗോ ഔട്ട് ആൻ എ സണ്ണി ആഫ്റ്റർനൂൺ. നിങ്ങളുടെ ഫ്രണ്ട് ആഗ്രഹമുണ്ട് എന്ത്, ഈ സണ്ണി ആഫ്റ്റർനൂണിന് പുറത്ത് പോകാൻ നിങ്ങളുടെ ഫ്രണ്ടിന് ആഗ്രഹം ഉണ്ട്. അപ്പോൾ വിഷസ് നമുക്ക് എങ്ങനെ സജഷൻ കൊടുക്കുക, സജഷൻ കൊടുക്കുക, ഡു യു തിങ്ക് ഇറ്റ് വുഡ് ബി എ ഗുഡ് ഐഡിയ ടു ഗോ ഔട്ട് അല്ലേ, അങ്ങനെ എഴുതാം. നോക്കൂ മക്കളെ, ഇതുപോലെ തന്നെ ആവണമെന്നില്ല കേട്ടോ. സജഷൻ മറ്റേ മുകളിൽ നിർദ്ദേശിച്ച പോലെ എന്ത് വെച്ച് നമുക്ക് സജഷൻ ചെയ്യാം കേട്ടോ. ടീച്ചർ ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. ഇനി ടീച്ചർ പറഞ്ഞ വെച്ച് ഇതന്നെ എഴുതണമെന്നോ ഇതന്നെ ചെയ്യണമെന്നില്ല, പല മെത്തേഡിൽ നമുക്ക് ചെയ്യാം കേട്ടോ. നമ്മൾ മലയാളത്തിൽ തന്നെ നമ്മൾ പറയുന്നില്ലേ, ഇപ്പോൾ നമ്മൾ യുവർ ഫ്രണ്ട് വിഷസ് ടു ഗോ ഔട്ട് ഓൺ എ സണ്ണി ആഫ്റ്റർനൂൺ. നിങ്ങളെന്താണ് ഒരു ഉച്ചയ്ക്ക് ശേഷം നിങ്ങളെന്താണ് ഫ്രണ്ടിൻ്റെ കൂടുതൽ എന്താണ് പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ സാധാരണ മലയാളത്തിൽ എന്താ പോലെ നമുക്ക് പുറത്തേക്ക് പോയാലോയ്ക്കും, അല്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ടേ നമുക്കൊന്ന് പുറത്ത് നല്ലൊരു ഐഡിയ ആണല്ലോ നമുക്ക് പുറത്തേക്ക് പോകുന്നത്, അങ്ങനെയും ചോദിക്കുക അല്ലേ. പിന്നെന്താണ് നമുക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്ക് പുറത്തേക്ക് പോകാമെന്ന് പറയും അല്ലേ. അങ്ങനെയൊക്കെ പല മെത്തേഡിൽ നമ്മൾ മലയാളത്തിൽ ചോദിക്കുക, അതേപോലെ തന്നെ ഇംഗ്ലീഷിലും ഉണ്ട് കേട്ടോ. അപ്പോൾ ടീച്ചർ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഡു യു തിങ്ക് ഇറ്റ് വുഡ് ബി എ ഗുഡ് ഐഡിയ ടു ഗോ ഔട്ട്, ഒന്നങ്ങനെ കൊടുക്കുക അല്ലേ. അല്ലെങ്കിലോ ഷാൽ വി ഗോ ഔട്ട്, നമുക്ക് പുറത്തേക്ക് പോയാലോ അല്ലേ, അങ്ങനെയൊക്കെ ചോദിക്കുക. ഓക്കെ. എ ഗേൾ ഈസ് സ്റ്റാൻഡിങ് ബൈ ഹെർ ബൈക്ക് വിച്ച് ഹാസ് ബ്രോക്കൺ ഡൗൺ. ഒരു പെൺകുട്ടി എന്താണ് അവളുടെ ബൈക്കിൻ്റെ അടുത്ത് ഇരിക്കുകയാണ് അല്ലേ. എന്താണ് അത് ബ്രേക്ക് ഡൗൺ ആയി, അവിടെ എന്താണ് ബ്രേക്ക് ഡൗൺ ആയി അല്ലേ. അപ്പോൾ എന്താണ് ആ പെൺകുട്ടി അവിടെ ബൈക്കിൻ്റെ അടുത്താണ്. അപ്പോൾ നമുക്ക് ചോദിക്കല്ലേ, ഷാൽ വി കോൾ എ മെക്കാനിക്, നമുക്കൊരു മെക്കാനിക്കിനെ വിളിച്ചാലോ അല്ലേ. എന്താണ് അല്ലെങ്കിലോ ഇത് ഡു യു തിങ്ക് ഇറ്റ് വുഡ് ബി എ ഗുഡ് ഐഡിയ ടു ദിസ് ടു ദ വർക്ക്ഷോപ്പ് അല്ലേ, ഇതിൻ്റെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയാലോ, അങ്ങനെയൊക്കെ ചോദിക്കുക. ആൻ ഓൾഡ് മാൻ ഹാസ് ഫാളൻ ഡൗൺ ഇൻ ദ സ്ട്രീറ്റ്.
ഒരു ഓൾഡ് മാൻ എന്താക്കി സ്ട്രീറ്റിൽ താഴെ വീണു. അപ്പോൾ നമ്മൾ പോയി എന്താ ചോദിക്കുക, സജസ്റ്റ് ചെയ്യുക, ഹാ അബൌട്ട് ഗോയിങ് ടു ദ ഹോസ്പിറ്റൽ, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോയാലോ, അങ്ങനെ ചോദിക്കുക അല്ലേ. അല്ലെങ്കിൽ മേ ഐ സജസ്റ്റ് ടു ഹെൽപ്പ് യു, ഞാൻ നിങ്ങളെ സഹായിക്കാം, അങ്ങനെയും പറയാം. എ ഫ്രണ്ട് ഹാസ് ലോസ്റ്റ് ഹിസ് കീ, ഒരു ഫ്രണ്ടിന് എന്താക്കി, അവൻ്റെ കീ നഷ്ടപ്പെട്ടു. വൈ ഡോണ്ട് വി ട്രൈ ഗെറ്റിംഗ് എ സ്പെയർ കീ മെയ്ഡ്, അപ്പോൾ നമുക്ക് ചോദിക്കാം എന്തുകൊണ്ട് നമുക്കൊരു സ്പെയർ കീ ഉണ്ടാക്കി കൂടാന്നല്ലേ, അതിന് ശ്രമിച്ചുകൂടാന്നാണ് ചോദിക്കുന്നത് അല്ലേ. വേറെ മെത്തേഡ്, മേ ഐ സജസ്റ്റ് ടു ബോട്ട് എ, അല്ലെങ്കിൽ ന്യൂ സ്പെയർ കീ അല്ലേ, അതും പറയാം. അടുത്തത്, എ ഫ്രണ്ട് വിഷസ് ടു ഡൈൻ ഔട്ട്, എന്താണ് എൻ്റെ ഫ്രണ്ടിന് എന്താ ആഗ്രഹമുണ്ട് പുറത്തുനിന്ന് ഭക്ഷണം ഡിന്നർ കഴിക്കാമെന്നല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ ചോദിക്കാം, ഷാൾ വി ഗോ ഫോർ ഡേ ഡിന്നർ, നമുക്ക് ഡിന്നറിന് പുറത്തേക്ക് പോയാലോ അല്ലേ. അല്ലെങ്കിൽ വൈ ഡോണ്ട് വി ഡൈൻ ഔട്ട്, നമുക്ക് എന്തുകൊണ്ട് പുറത്തുനിന്ന് കഴിച്ചുകൂടാ അല്ലേ, അങ്ങനെയൊക്കെ ചോദിക്കുക അല്ലേ. പല മെത്തേഡിലും ചോദിക്കുക കേട്ടോ. ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ വലിയ സംഭവം എന്നല്ല, അതിൻ്റെ ആ രീതി മനസ്സിലാക്കി. മലയാളം എങ്ങനെ പറയുന്നത് അതുപോലെ തന്നെ ഇംഗ്ലീഷ്. പക്ഷേ എന്താ വെച്ചാൽ നമ്മൾ മലയാളത്തിൽ ഇപ്പം എന്താണ് കഴിയുമോ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അല്ലേ, പലതാണല്ലേ, ഓരോ ഇതനുസരിച്ച് സന്ദർഭത്തിനനുസരിച്ച് നമ്മൾ മലയാളത്തിൽ നമ്മൾ ആ ചോദ്യങ്ങൾ സജഷൻ പറയുന്നത് അല്ലേ, അതേപോലെ തന്നെ ഇംഗ്ലീഷിലും കേട്ടോ. ഒരു ടെൻഷനും വേണ്ട, പേടിയും വേണ്ട, നിങ്ങളതൊന്നും മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് 9, റീഡ് ദ സെൻറ്റൻസ്. എന്താണ് നോക്കിയേ, ക്ലർക്ക് ഗേവ് ദ മണി ടു മീ ആൻഡ് ഐ റഷ്ഡ് ഔട്ട്, ക്ലർക്ക് എന്താക്കി എനിക്ക് മണി പൈസ തന്നിട്ട് ഞാൻ എന്താക്കി പുറത്തേക്ക് ഇറങ്ങി. ഹൗ ക്യാൻ യു സ്പ്ലിറ്റ് ദ സെൻറ്റൻസ് ഇൻ ടു 2, ഇതിനെ നിങ്ങൾക്ക് എങ്ങനെ 2 സെൻറ്റൻസ് ആക്കി എഴുതാം. അങ്ങനെ എഴുതാം, ദ ക്ലർക്ക് ഗേവ് ദ മണി ടു മീ അല്ലേ, ഒരു സെൻറ്റൻസ് അത്. പിന്നെ ഐ റഷ്ഡ് ഔട്ട്, ഞാൻ പുറത്തേക്ക് ഇറങ്ങി അല്ലേ. ഐ ആൻഡ് ഒഴിവാക്കിയാൽ ബാക്കി എന്താ അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുക. അടുത്തത് ഐ റഷ്ഡ് ഔട്ട്, അങ്ങനെ എഴുതാം അല്ലേ. ഐഡൻറ്റിഫൈ ദ വേർഡ് യൂസ്ഡ് ടു കണക്ട് ജോയിൻ ദ 2 പാർട്സ് ഓഫ് ദ സെൻറ്റൻസ്. ഇവിടെ 2 സെൻറ്റൻസിനെ ജോയിൻ ചെയ്തിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് ഏതാണ്, നമ്മുടെ ആൻഡ് ആണ് അല്ലേ. ഏതാണ്, ആൻഡ് എന്ന് പറഞ്ഞ് ഈ ഇതാണ് എന്താക്കി കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലേ. ഡു യു നോ എനി കണക്റ്റിംഗ് വേർഡ്സ് അതർ ദാൻ ആൻഡ്, ഈ ആൻഡ് അല്ലാതെ വേറെ ഏതെങ്കിലും കണക്റ്റിംഗ് വേർഡ്സ് നിങ്ങൾക്ക് അറിയോ. വിത്തൗട്ട് ആസ് കണക്റ്റീവ്സ് യു വുഡ് ജസ്റ്റ് ബി സിമ്പിൾ സെൻറ്റൻസ് അല്ലേ. ഈ കണക്റ്റീവ്നെസ് ഇല്ലെങ്കിൽ നിങ്ങൾ എന്താ ജസ്റ്റ് സിമ്പിൾ സെൻറ്റൻസ് ആവും അല്ലേ. ഇവിടെ നോക്കൂ എന്തൊക്കെയാണ് കണക്റ്റിംഗ് വേർഡ്സ്, നോക്കൂ എന്തൊക്കെയാണ് കണക്റ്റിംഗ് വേർഡ്സ്. ബട്ട്, സോ, ബിക്കോസ്, ആസ്, അണ്ടിൽ, ഓൾദോ അല്ലേ. ഇതൊക്കെ എന്താണ് കണക്റ്റീവ് വേർഡ്സ് ആണ് അല്ലേ, കണക്റ്റീവ് വേർഡ്സ് ആണ് ഇതൊക്കെ അല്ലേ. നമ്മളെന്താണ് ഓരോന്നും പറയുമ്പോൾ നമ്മളെന്താണ് ഒരു സിമ്പിൾ സെൻറ്റൻസ് 2 സിമ്പിൾ സെൻറ്റൻസിനെ കണക്ട് ചെയ്യുമ്പോൾ വലിയൊരു സെൻറ്റൻസ് ആയി മാറും അല്ലേ. ഈ ബട്ട്, സോ, ബിക്കോസ്, ആസ്, അണ്ടിൽ, ഓൾദോ ഒക്കെ വെച്ചിട്ട് എന്താക്കാം നമുക്ക് അത് പറയാം അല്ലേ. ദെൻ ഓക്കെ, അപ്പോൾ എന്താണ് ബിക്കോസ്, അണ്ടിൽ, ബട്ട്, സോ, ആസ്, ഓൾദോ ഒക്കെ വെച്ചിട്ട് എന്താക്കാം കണക്റ്റീവ്സ് ഉണ്ടാക്കാം അല്ലേ. നൗ പിക്ക് ഔട്ട് സെൻറ്റൻസ് വിത്ത് വേർഡ്സ്. എന്താണ് ഫ്രം ദ സ്റ്റോറി മൈ ഫിനാൻഷ്യൽ കാരിയർ, എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, വൺ ഹാസ് ബീൻ ഡൺ ഫോർ യു, ഒന്ന് നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ. എന്താണ് സെൻറ്റൻസ് കണക്റ്റിംഗ് വേർഡ്സ്, സ്റ്റോറിയിൽ നിന്ന് നിങ്ങൾ എന്താക്കുക കുറച്ച് സെൻറ്റൻസ് കണക്റ്റിംഗ് ആയിട്ടുള്ള സെൻറ്റൻസ് എന്താക്കുക പിക്ക് ഔട്ട് ചെയ്യുക. വൺ ഹാസ് ബീൻ ഡൺ ഫോർ യു, ഒന്ന് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഐ റോട്ട് സംതിങ് ഓൺ ദ ചെക്ക് ആൻഡ് ട്രസ്റ്റ് ഇറ്റ് ഇൻ അറ്റ് ദ ക്ലർക്ക് അല്ലേ. ഇവിടെ ആൻഡ് ആണ് എന്ത്, ഇവിടെ ഒരു കണക്റ്റീവ് വേർഡ്സ് ആയിട്ട് വരുന്നത് അല്ലേ. അത് നമ്മൾ ഈ മൈ ഫിനാൻഷ്യൽ കാരിയർ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് എടുത്തിരിക്കുന്ന ഒരു സെൻറ്റൻസ് ആണ് അല്ലേ, ഈ കണക്റ്റീവ് വരില്ല. അതുപോലെ നിങ്ങൾ അതിന് നോക്കിയെടുക്കുക. ഞാൻ ടീച്ചറോടെ 3 എഴുതുന്നുണ്ട്, നിങ്ങൾ എന്താക്കുക ശ്രമിക്കുക കേട്ടോ. ഓക്കെ, ദെൻ അപ്പോൾ അടുത്ത എന്തായിരിക്കും നമുക്ക് എഴുതുക, ഐ ഡിഡ്ന്റ് വാണ്ട് ടു സേ എലോൺ അഗെയിൻ ബട്ട് ഐ കുഡിൻറ്റ് ഹെൽപ്പ് ഇറ്റ് അല്ലേ. അങ്ങനെ പറയാം. നോക്കൂ ഏതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അവിടെ നോക്കിയേ, എന്താ ഐ വാക്ക്ഡ് ഇൻ വിത്ത് ഡ്രാഗിങ് ഫീറ്റ് ആൻഡ് ലുക്ക്ഡ് ഷൈലി റൗണ്ട് അറ്റ് ദ ക്ലർക്സ്, അത് എഴുതുകയാണെങ്കിൽ അത് എഴുതുക. പിന്നെ ഐ വെന്റ് അപ്പ് ടു, പിന്നെ അതടുത്ത് എഴുതുക. നോക്ക് ഇവിടെ എഴുതുക അല്ലേ. ഐ ഡിഡ്ന്റ് വാണ്ട്, പിന്നെന്താണ് ടു സേ എലോൺ അഗെയിൻ ബട്ട് ഐ കുഡിൻറ്റ് ഹെൽപ്പ് ഇറ്റ് അല്ലേ. ഇവിടെ കണ്ട ബട്ടാണ് അല്ലേ, ബട്ട്. അപ്പോൾ അത് ഒന്ന് എഴുതാം അല്ലേ. ഐ ഡിഡ്ന്റ് വാണ്ട് ടു സേ അലോൺ അഗെയിൻ ബട്ട് ഐ കുഡിൻറ്റ് ഹെൽപ്പ് ഇറ്റ്, ഇത് എന്താ കണക്റ്റീവ് വേർഡ്സ് ആണ് അല്ലേ. പിന്നെ അടുത്ത എങ്ങനെ എഴുതാം നമുക്ക്, രണ്ടാമത്തത് എഴുതി. അടുത്തത് നോക്കിയേ, ദ മാനേജർ ലുക്ക്ഡ് റിലീവ്ഡ് ബട്ട് സ്റ്റിൽ സീരിയസ് അല്ലേ, അതും കണക്റ്റീവ് വേർഡ്സ് ആണ് അല്ലേ. പിന്നെ ഏതാ അടുത്ത് എഴുതാ, പിന്നെ ഏതാ ഇവിടെ നോക്കുക. അതാ ഐ വെന്റ് അപ്പ് ടു ദ അക്കൗണ്ടൻസ് കൗണ്ടർ ആൻഡ് പുഷ്ഡ് ദ മണി അറ്റ് ഹിം വിത്ത് എ സഡൻ അല്ലേ, അത് എഴുതുക. പിന്നെന്താണ്, ഹി ടുക്ക് ദ മണി ആൻഡ് ഗേവ് ഇറ്റ്
ടു അനദർ ക്ലർക്ക് അല്ലേ, അങ്ങനെ ഒരുപാടുണ്ട് അല്ലേ കണക്ഷൻ വേർഡ്സ് ആയി. നിങ്ങൾ നോക്കുക കേട്ടോ, ഇനി കിട്ടുന്നതൊക്കെ അപ്പോൾ കുറച്ച് ടീച്ചർ പറഞ്ഞു തന്ന് ബാക്കി എന്താക്കുക നിങ്ങൾ തന്നെ സ്വന്തം എഴുതുക കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ ഈ ആക്ടിവിറ്റി ഇവിടെ തീർന്ന് ഇതുള്ള അടുത്തത് അടുത്ത ചാപ്റ്ററിൻ്റെ അതാണ്, അടുത്ത പോയത്തിൻ്റെ ആണ്. അപ്പോൾ ഞാൻ ഇതുവരെ എടുത്ത ഭാഗങ്ങളൊക്കെ നിങ്ങൾ നന്നായി മനസ്സിലാക്കുക കേട്ടോ. നന്നായി മനസ്സിലാക്കി നിങ്ങൾ നന്നായി പഠിക്കുക. ഓക്കെ, അടുത്ത എന്താണ് ഞാൻ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക്